അമീന അൽ മുരീനി. അമീന അൽ മുരീനി ഷായിറത്തുൻ. ഈ അമീന മുരീനി ഒരു കവിയാണ്. അവരെക്കുറിച്ച് കുറഞ്ഞ വാക്കുകൾ. ഉലിദത്ത് അമീന മുഹമ്മദ് ഇബ്രാഹിം അൽ മുരീനി ഫി മദീനത്തി ഫാസ് ബിൽ മഗ്രിബ് സനത്ത 1955 മീലാദിയ. AD 1955 മൊറോക്കോയിലെ ഫാസ് എന്ന് പറയുന്ന പട്ടണത്തിലാണ് അമീന മുഹമ്മദ് ഇബ്രാഹിം ജനിച്ചത്. വനഷഅത്ത് വതറഅത്, അവർ വളർന്നു വലുതായി. അലൽ ഖിയമി വൽ മബാദി അസ്ലിയ, സമൂഹത്തിലൊക്കെ സ്വാധീനം ചെലുത്താനൊക്കെ കഴിയുന്ന മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഒക്കെയാണ് അവർ ജീവിച്ചതും വളർന്നൊക്കെ. അതൊക്കെ അവർക്ക് ഇവിടുന്ന് കിട്ടിയ അത്തരം മൂല്യങ്ങളും അത്തരം അറിവുകളൊക്കെ കിട്ടിയത് അല്ലത്തി തശറബത്തുഹ മിൻ മനാഹിലി ഉലമായി ഫാസ് വ മുഫക്കിരിഹ, ഫാസിലെ ഉലമാക്കൾ ചിന്തകന്മാർ അവരിൽ നിന്നാണ് അവർ അതൊക്കെ മനസ്സിലാക്കിയതും പഠിച്ചെടുക്കുകയും ചെയ്തത്. ദറസത്ത് ബി കുത്താബിൽ ഹയ്യ, ഇവരെ ഗോത്രീയ മദ്രസയിലാണ് ആദ്യമായിട്ട് ഇവർ പഠിച്ചത്. സുമ്മ താബഅത്ത് ദിറാസത്തഹ അലിബ്തിദായിയ വസാനിവിത്ത് വല്ലാലിയ, പിന്നീട് ഇതിൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസങ്ങളും സെക്കൻഡറി ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസങ്ങളൊക്കെ ഫി മദാരിസ് ഫാസ് വലിബാത്ത്, ഈ ബാത്തിലെയും ഫാസിലെയുമൊക്കെ വ്യത്യസ്തങ്ങളായ മദ്രസകളിൽ അവർ പഠിച്ചു. വാമിലത്ത് ഉസ്താദത്തൻ ലില്ലുഗത്തിൽ അറബിയ ബി തഅലീമിൽ ഇഅ്ദാദി സുമ്മ സാനവി, ആദ്യം പ്രിപ്പറേറ്ററി എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ പിന്നീട് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷനിലൊക്കെ അങ്ങനെ ഒരു ഉസ്താദായിട്ട് പ്രൊഫസറായിട്ട് അല്ലെങ്കിൽ അധ്യാപികയായിട്ട് അവർ വർക്ക് ചെയ്തു. വഖാമത്ത് ബി മുഹിമ്മത്തുൽ ഇർഷാദി തർബവി ലിൽ മുഅല്ലിമീൻ അൽ മുതഖറജീന മിൻ മറാക്കിസ് തർബിയ, അതുപോലെ പുതുതായി പുറത്തിറങ്ങുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് പുറത്തിറങ്ങുന്ന പുതിയ അധ്യാപകന്മാർ അവർക്കുള്ള ട്രെയിനിങ് ക്ലാസ്സുകളും മറ്റൊക്കെ അവരെന്ത് ചെയ്തു എടുത്തുകൊണ്ടിരുന്നു. അമീന അൽ മുരീനി ഷായിറത്തുൻ വ കാത്തിബത്തുൻ ഇസ്ലാമിയ, ഇസ്ലാമിക് എഴുത്തുകാരിയും കവിയത്രിയുമാണ് അമീന മുരീനി. ബദഅത്ത് ബി കിതാബത്ത് ഷഅരി മുൻദു സിന്നിൽ ഖാമിസത അശറ, 15-ാം വയസ്സ് മുതൽക്ക് ഹൈതു കാനത്ത് മുഹാവറത്തുഹ അശ്ശരിയ അലൂല, അന്നായിരുന്നു അവർ ആദ്യത്തെ 15-ാം വയസ്സിലായിരുന്നു അവരുടെ ആദ്യത്തെ കവിത എഴുതി തുടങ്ങിയത്. അന്ന് മുതൽ അവരെന്ത് ചെയ്തിട്ടുണ്ട്, എഴുത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ 15-ാം വയസ്സിലാണ് അവർ എഴുത്ത് തുടങ്ങിയിട്ടുള്ളത്. നഷറത്ത് ഇൻതാജഹ ഷഅരിയ ഫി മജറത്തി അറായ, അവരുടെ കവിതകൾ അറായ എന്ന് പറയുന്ന മാഗസിനിൽ അവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പോലെ മിഷ്കാത്ത് വ മനാറുൽ ഇസ്ലാം എന്ന മാഗസിനിലും വ മുൻതദ എന്ന മാഗസിനിലും ദഫാത്തുൽ മഗ്രിബിയ എന്ന മാഗസിനിലും ഒക്കെ അവർ പ്രസിദ്ധീകരിച്ചു. ബിസ്മി ഫതാത്തുൽ മുഹീത്ത് എന്ന തൂലികാനാമത്തിലാണ് അവർക്ക് പ്രസിദ്ധീകരിച്ചത്. ഹിയ ഉളുവിൻ ഫി റാബിത്തത്തുൽ അദബിൽ ഇസ്ലാമി അൽ ആലമിയ, അവർ വേൾഡ് ഇസ്ലാമിക് ലിറ്ററേച്ചർ അസോസിയേഷൻ്റെ ഒരു അംഗമാണ്. ഉളുവും ഫി ജംഇയത്തുൽ ഇംതിദാദുൽ മക്തബിൽ മർക്കസി അൽ മഗ്രിബി, അതുപോലെ തന്നെ മൊറോക്കൻ സെൻട്രൽ ലൈബ്രറിയുടെ എക്സ്റ്റൻഷൻ അസോസിയേഷൻ്റെ ഒരു അംഗം കൂടിയാണ് ഇവർ. തുഇദു വ തുഖദ്ദിമു ഹാലിയൻ, ഇന്ന് അവർ തയ്യാറാക്കുകയും സംപ്രേഷണം ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് ബർനാബിജ വാഹാത്തു ഷിഅർ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഫി ഇദാഅത്തി ഫാസ്, ഫാസിലെ റേഡിയോയിൽ ഇത്തരം ഒരു പരിപാടി സംപ്രേഷണം നടത്തുന്നു. ഹാസത്ത് അല ജായിസത്തി അസ്സഖാഫ വലിഇലാം ബി വിലായത്തി ഫാസ്, ഫാസിലെ കൾച്ചറൽ ആൻഡ് മീഡിയ അവാർഡ് അവർക്ക് ലഭിക്കുകയുണ്ടായി. അത് സനത്ത് 1998 കിട്ടിയത്. അൻ ദീവാനിയ വുറൂദുൻ ഫി സിൻസാന, വുറൂദുൻ ഫി സിൻസാന എന്ന് പറയുന്ന തൻ്റെ കവിതാ സമാഹാരത്തിന് വേണ്ടിയിട്ടാണ് അവർക്ക് ഈ ഒരു അവാർഡ്, ഫാസിലെ കൾച്ചറൽ ആൻഡ് മീഡിയ അവാർഡ് ലഭിച്ചത്. കമാ ഹാസത്ത് അൽ ജായിസത്ത് റാബിയ ഫിൽ മുബാറാത്ത് ഷിഅരിയ അൽ അറബിയ, അതുപോലെ തന്നെ അറബി കവിതാ മത്സരത്തിലെ 4ാമത്തെ മാച്ചിൽ അത് വിജയിച്ചൊരു അവാർഡ് അവർക്ക് ലഭിച്ചു. അല്ലതി നളമത്ത് ബി മുനാസബത്തി ഇഫ്തിതാഹി മസ്ജിദുൽ ഹസൻ അസാനി, മസ്ജിദുൽ ഹസൻ അസാനി എന്ന പള്ളിയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടന്ന ഒരു കവിതാ മത്സരം, അതിൽ അവാർഡും അവർക്ക് ലഭിച്ചത്. ഉസ്ദറത്ത് ദീവാനുഹ അശ്അരി അൽ അവൽ, സനത്ത് 1997 അവരുടെ ആദ്യത്തെ കവിതാ സമാഹാരം പ്രസിദ്ധീകരിക്കപ്പെടുന്നത്.